ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതേതര ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്കെതിരെ അതിശക്തമായൊരു രാഷ്ട്രീയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിയണം. ഇവിടെ നിരവധിയായ പ്രശ്നങ്ങൾ. ഇപ്പൊ ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി? ആരാണ് നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത്? വിദേശ നയങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? വാണിജ്യ കരാറുകൾ, വിദേശ രാജ്യങ്ങളുമായുള്ള വാണിജ്യ കരാറുകൾ ഉണ്ടാക്കുന്നത് ആരാണ്? വാണിജ്യ കരാറുകളും വ്യാപാര കരാറുകളും പ്രതിരോധ കരാറുകളും ഒക്കെ വിദേശ രാജ്യങ്ങളുടെ ഭരണാധികാരികളിൽ നിന്ന് പ്രഖ്യാപിക്കുകയും അത് അക്ഷരം പ്രതി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറി എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ ആരോപണമാണോ? എന്താണ് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ നമ്മുടെ രാജ്യത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറെ ദോഷകരമായി ബാധിക്കുന്ന കാർഷിക മേഖല ഉൾപ്പെടെയുള്ള പരമപ്രധാനമായ മേഖലകളിലൊക്കെ തന്നെ ഇഷ്ടം പോലെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുമതി കൊടുക്കുന്നു. രാത്രി 11 മണിക്ക് അമേരിക്കൻ പ്രസിഡന്റ്